വീഡിയോക്ക് നല്ലപോലെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താണ് ഈ ഒരു പെണ്ണുമായിരിപ്പിൻ്റെ മൂട്ടിൽ മുറ്റടിക്കുന്നത് എന്നാൽ മക്കളെ കാര്യം അതല്ല കേട്ടോ. എൻ്റെ ഒരു ക്യാമറക്ക് അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ വിചാരിക്കാത്ത ടൈമും കളറും ലൈറ്റും ഒക്കെ എൻ്റെ ഫോണിന് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഏകദേശം ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6 മണിൻ്റെ ഒക്കെ ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ അതൊരു ഫ്രണ്ട് ക്യാമറയിലാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്താണ് ഇത്ര സ്പീഡിൽ അടിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് വീഡിയോസ്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നല്ല സ്പീഡ് തന്നെയാണ് അടിച്ചു വരുന്നത്. ഞാനിട്ട് ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ മുന്നേ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പൊലിവും കൂടെ ഉണ്ട് ഈ ഒരു അടിക്കുന്ന കൂട്ടത്തിൽ. ഇപ്പോൾ കാറ്റിൻ്റെ തണുപ്പിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എത്ര നമ്മളിവിടെ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നമുക്ക് അടിച്ചാൽ മതിയായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. എലിയും ചപ്പൊന്നും വല്ലാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്തെയും മരത്തിൻ്റെയും തൊടുത്തിയും എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പാറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുറ്റടിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പൊതുവേ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ മുറ്റടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ മുകളിലൊക്കെ താമസിക്കുന്നത് ജെൻസ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ക്ലീൻ ആക്കാൻ ഒരു ചേച്ചി വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചേച്ചി തന്നെയാണ് അധികം ആഴ്ചയിലൊക്കെ മുറ്റടിക്കലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും തുടക്കലൊക്കെ അവർ തന്നെയാണ്. നമ്മളും ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ അവർ ചെയ്യും കേട്ടോ. ഇപ്പോൾ പിന്നെ ഈ ഒരു കാറ്റ് കാരണം നമുക്ക് ഡെയിലി എന്ന് പറയുമ്പോൾ നമുക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ സച്ച് ഫുട്ബോൾ കളിക്കാനും അതിനൊക്കെ വരികയാണ്. എനിക്ക് ഭ്രാന്തവരായിട്ടൊന്നല്ല, പക്ഷെ എന്നാലും വേറെ മുറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ തന്നെ കളിക്കണ്ട. എനിക്ക് ഈ വക ഐറ്റംസ് മടുപ്പുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. മുറ്റടിക്കുക, തുടക്കുക, അലക്കുക, തോരടുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ ക്ലീനിങ് മാത്രം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ ഒരു ലൈക്കും ചെയ്യുക. വീഡിയോസ് തുടങ്ങുമ്പോൾ ഉള്ള കളറും ഈ ഒരു കളറും നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇതിലും ഈ ഒരു ചുരിദാർ അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടുന്നുണ്ടല്ലേ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് ഇത്ര കളറൊന്നും അതിൽ തോന്നുന്നൊന്നുമില്ല. അങ്ങനത്തെ ഏകദേശം അടിച്ചുവാരലൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് തൊടുക്കൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഇല പോലും നമുക്ക് ഇവിടെ കത്തിക്കാനൊന്നും പറ്റില്ല. മുനിസിപ്പാലിറ്റിയാണ്. എലിയും ചപ്പും കുപ്പും ഒന്നും നമുക്ക് കത്തിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. കത്തിച്ചോ ഇല്ലേ എന്നുള്ളതല്ല കേട്ടോ. പുക പൊന്താൻ പാടില്ല ഇവിടെ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെയൊക്കെ അങ്ങനത്തെ നിയമമാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ അടിച്ചുവാരൽ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പണിക്കാർക്ക് കൊടുത്തിട്ടുള്ള പാത്രങ്ങളും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ കുറച്ച് നായ്ക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു വന്നിട്ട് വേണം അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് നിരങ്ങാനിട്ടോ. അവരുടെ ഒരു വീടാണ് ഇപ്പോൾ അതെന്ന് പറയുന്നത്. നമ്മളില്ലാത്ത ടൈമിൽ ഫുൾ അവരായിരിക്കും അതിൻ്റെ ഉള്ളിൽ. പക്ഷേ നമ്മളൊന്നും ചെയ്യൊന്നുമില്ല. നമ്മൾ ചെല്ലുന്ന ടൈമിൽ അവർ മാറി തരും. നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ വീണ്ടും അവർ അതിൻ്റെ ഉള്ളിലോട്ട് കയറും കേട്ടോ. വാർപ്പ് കഴിയാതെ പിന്നെ നമ്മൾ ഡോറൊന്നും വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. രാത്രിയായപ്പോൾ നമ്മൾ രവീന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരിദാറിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ആയിരുന്നു.